പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മോഹൻദാസ് ടോക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരൽപ്പം ഗ്രാമീണ വഴികളിലൂടെയാണ് നടക്കുന്നത്. നമ്മുടെ ഗ്രാമത്തിൻ്റെ ഉൾത്തുടിപ്പുകൾ പേർന്ന വഴികളും അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെയൊക്കെ നടന്നുകൊണ്ടിരുന്ന നാട്ടിട വഴിയുമൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ എല്ലാം കാടൊക്കെ ആയി റബ്ബർ അല്ലാതെ വളർന്ന കാടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ്. എന്നാലും ഇതിനിടയിലൂടെ വല്ലപ്പോഴും ഒന്ന് സഞ്ചരിക്കുന്നത് എനിക്ക് വലിയ ആഹ്ലാദപ്രദമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഒരല്പം സാഹസികത നിറഞ്ഞ വഴിയാണ്. എന്നാലും ഒരല്പം കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അതീവ ഹൃദ്യമായ പ്രകൃതി ഭംഗിയുള്ള നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു നിർത്തുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. നിങ്ങൾക്കൂടെ ഇതിൻ്റെ ഒരു ഭംഗി ഒന്ന് ആസ്വദിക്കാനൊരവസരം ഉണ്ടാക്കുക എന്നുള്ളത് ആണ് എൻ്റെ ലക്ഷ്യം. നടക്കാനൊക്കെ ഇച്ചിരി പാടുണ്ട്, എന്നാലും വേണ്ടില്ല, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി അതൊന്ന് കണ്ടിട്ട് വരാം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നല്ല കാടാണ്. ഇതിനകത്തൂടെ നടക്കുക എന്ന് പറയുന്നത് സാഹസികത പിടിച്ച ഒരു കാര്യമാണ്. എന്നാലും വേണ്ടില്ല, അല്പം അങ്ങോട്ട് പോകുമ്പം നമ്മുടെ ഈ കഷ്ടപ്പാടിൻ്റെ ഒരു മാറി എൻ്റെ ഒരു സദ്ഫലം നമുക്ക് അനുഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. നല്ല കാടൊക്കെയാണ്, ചണയൊക്കെ ഇഷ്ടം പോലെ വളർന്ന് അങ്ങനെ കിടക്കുകയാണ്. ഒരല്പം കൂടെ ഒരു മിനിറ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ചെറുപ്പത്തിൽ ഈ സ്ഥലങ്ങളെന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ പുരയിടമായിരുന്നു. ഇപ്പോൾ ഇത് വേറൊരാൾക്ക് വിറ്റുപോയി. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഈ പ്രകൃതിയുടെ ഈ ഭംഗി ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കാണുന്നതൊക്കെ ഇടമൺ 34 എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരല്പം ഇത് കാണാം നിങ്ങൾക്ക്. ഞങ്ങൾക്ക് ഒരു 10-300ഓളം പറങ്കിമാവ് ഉള്ള ഒരു വലിയ പറങ്കിമാൻ തോട്ടമായിരുന്നു. ആ പറങ്കിമാവായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിത്തറയെന്ന് പറയുന്നത്. പിന്നീട് ഞങ്ങൾ സ്ഥലമൊക്കെ ഭാഗം ചെയ്ത് വിറ്റ് ഈ പറങ്കിമാൻ തോട്ടമൊക്കെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഇടവൺ 34 ആ കാണുന്ന ദൂരെയുള്ള ആ ദൃശ്യങ്ങൾ. അതുപോലെ തന്നെ വെള്ളിമല, ഈ ഭാഗം എന്ന് പറയുന്നത് വെള്ളിമല, ആ ഭാഗമൊക്കെ എന്ന് പറയുന്നത് വെള്ളിമല, പുനലൂരിൻ്റെ കുറച്ചിപ്പുറത്ത്. ഇത് ഇടമൺ 34 ഭാഗങ്ങളാണ്. ഇവിടെ ഇപ്പോൾ പുതിയ റബ്ബർ തോട്ടങ്ങൾ ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിന് എത്ര സങ്കടമുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ ഒന്നിരുന്ന് കഴിഞ്ഞാൽ ഇതിൽപരം ഒരു സന്തോഷകരമായ ഒരു നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതീവ റീചാർജായിട്ട്, ഇപ്പം നല്ല കാറ്റാണ് ഇവിടെ ഇങ്ങനെ അടിച്ച് ഇലകളൊക്കെ ഇങ്ങനെ അനങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അത്ര നല്ല പ്രകൃതിയാണ് ഇവിടെയൊക്കെ. നിങ്ങൾ ഇടമൺ ആനവട്ടമംഗലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാമെന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വന്ന് കാണാവുന്നതേ ഉള്ളൂ. ചുറ്റും ധാരാളം റബ്ബർ മരങ്ങൾ. അപ്പം നമ്മുടെ ഉള്ളിലൊരു തുള്ളി കവിതയുണ്ടെങ്കിൽ അറിയാതെ നമ്മൾ കവിത എഴുതി പോകുന്ന അത്ര അതിഗംഭീരമായൊരു സ്ഥലമാണ്. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള ദൃശ്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്ത്, നമുക്ക് ഒരു പ്രോത്സാഹനമാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ കൂടെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നിങ്ങളുടെ മോഹൻദാസ്.